നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നാസ കണ്ടെത്തിയ പുതിയൊരു സൂപ്പർ എർത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ സൂപ്പർ എർത്ത്? അതല്ലെങ്കിൽ അതിനെങ്ങനെ കണ്ടെത്തി? അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ സൂപ്പർ എർത്ത് എന്ന് പറയുന്നത് ഭൂമിയെപ്പോലെ തന്നെ ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ്. അവിടെ ദ്രാവക രൂപത്തിൽ വെള്ളമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയും ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് നമ്മുടെ ഭൂമി പോലെ തന്നെ പാറകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. നമ്മുടെ ജൂപ്പിറ്റർ അല്ലെങ്കിൽ സാറ്റേൺ ഇതെല്ലാം ഗ്യാസ് ജയൻസ് ആണ്. അതായത് അതിന് ഒരു പ്രതലമുണ്ടാകത്തില്ല. നിങ്ങൾ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭൂമിയെപ്പോലുള്ള സൂപ്പർ എർത്ത് എന്ന് പറയുമ്പം അതിന് കൃത്യമായിട്ട് ഒരു പ്രതലം ഉണ്ടാകും, പാറ കൊണ്ട് നിറഞ്ഞ ഒരു പ്രതലം. എന്തായാലും നാസയുടെ ടെസ് എന്ന ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഈ സൂപ്പർ എർത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരാണ് TOI 700E. വലുപ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഭൂമിയെക്കാളും ഒരല്പം വലുതാണ്. അതുപോലെ തന്നെ ഇതൊരു റോക്കി പ്ലാനറ്റാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് നിലനിൽക്കുന്നത്. ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് നാസ ഇതിനെ കണ്ടെത്തിയത്. ഈ ട്രാൻസിറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പം ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിന് കുറച്ച് മങ്ങലുണ്ടാവും. അപ്പം ശാസ്ത്രം അതിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ നക്ഷത്രത്തിനരികിലൂടെ ഒരു ഗ്രഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഗ്രഹത്തിൻ്റെ ലൈറ്റ് ഡിപ്പ് വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് ഉറപ്പിച്ചത്. ഇപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഈ ഗ്രഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടെ എന്ത് തരത്തിലുള്ള ഗ്യാസാണ് ഉള്ളത് എന്നിവയെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസ പറയുന്നത് ഈ ഗ്രഹം ടൈഡലി ലോക്കാണെന്നാണ്. അതായത് ഈ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും പകലായിരിക്കും, മറ്റേ ഭാഗം എപ്പോഴും രാത്രിയും. അതായത് പകൽ ഭാഗത്ത് എപ്പോഴും ചൂടും രാത്രി ഭാഗത്ത് എപ്പോഴും നല്ല തണുപ്പുമായിരിക്കും. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു മിഡിൽ സോണുണ്ട്. അവിടെ ടെമ്പറേച്ചർ എപ്പോഴും നോർമലായിരിക്കും. അപ്പം ആ ഏരിയയിലാണ് വെള്ളം ദ്രാവക രൂപത്തിൽ കാണാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നാസ കരുതുന്നത്. ആ ഏരിയയെക്കുറിച്ച് തന്നെയാണ് നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അവിടെ ശരിക്കും ജീവൻ ഉണ്ടാവുമോ? ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അത് മനുഷ്യനെ പോലത്തെ ജീവജാലങ്ങളാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ സമുദ്രജീവികളായിരിക്കാം, അല്ലെങ്കിൽ വല്ല മൈക്രോബ്സ്, ചെറുതായ ജീവികൾ, അങ്ങനെ വല്ലതും ആയിരിക്കാം. അതൊന്നും അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജീവജാലങ്ങളായിരിക്കാം. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസ ഇപ്പോൾ പരിശോധിക്കുന്നത് അവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ അതുപോലെ തന്നെ മീഥെയ്ൻ ഇത് രണ്ടും ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ തന്നെ കണ്ടെത്തിയാൽ തന്നെ അത് വളരെ വലിയൊരു കണ്ടുപിടുത്തമായിരിക്കും. ഈ ഗ്രഹം ഭൂമിയിൽ നിന്നും ഏകദേശം 100 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് അവിടെ പോകണമെങ്കിൽ ഏകദേശം 1000 അല്ലെങ്കിൽ 10,000 വർഷങ്ങളെടുക്കും. പക്ഷേ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ഇൻ്റർസ്റ്റെല്ലർ ട്രാവൽ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് സ്പീഡ് ട്രാവൽ, ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ, ഇതിനെക്കുറിച്ചെല്ലാം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഗ്രഹത്തെക്കുറിച്ച് നാസ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമ്പം തീർച്ചയായിട്ടും ഈ ചാനലിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിന് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.